ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെയുള്ള വീഡിയോസിനും ഷോർട്സിനും നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്തു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, കുറേ വ്യൂസ് വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ 20K അടിച്ചു വരുന്നത്. അപ്പം ഐ എം സോ ഹാപ്പി. ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫേസ് കാണിക്കാൻ മടിയായിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും. ബിക്കോസ് ഫേസ് കാണിച്ചവർക്ക് പോലും ഇപ്പോൾ യൂട്യൂബിൽ അധികം സപ്പോർട്ട് ഇല്ലാത്തവരുണ്ട്. അപ്പം ആസ് എ ബിഗിനർ എനിക്ക് ഒരു കോൺഫിഡൻസും എന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ദാറ്റ് ഫസ്റ്റ്. ഇന്നിപ്പം ഞാൻ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ ഒരു 12th വരെ അധികം സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഫേസ് വാഷ് മാത്രം. ബിക്കോസ് ഞാൻ കളിക്കാനൊക്കെ പോകുന്നുള്ളതുകൊണ്ട് ടാൻഡായിട്ട് ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്തു. ബട്ട് ഞാൻ വർക്കിന് കയറിയതിന് ശേഷം 4 years ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് ക്യാഷൊക്കെ വന്നതിന് ശേഷം ഞാനായിട്ട് ഫേസ് കെയർ ചെയ്യാൻ തുടങ്ങി. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത്രയും ചെയ്യാൻ തുടങ്ങി. ബട്ട് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നില്ല. ബട്ട് ഞാനിപ്പോൾ ഈ 1 year ആയിട്ട് ജോബ് ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നതാണ് ആ ഡിഫറൻസ്. ഇപ്പോൾ ഹാൻഡ്സിലായാലും എനിക്ക് ആ ഡിഫറൻസ്, ബിക്കോസ് എനിക്ക് പണ്ട് ടാൻഡായിരുന്നു. ഈ ഡ്രസ്സ് ഇടുന്ന ഭാഗം വെളുത്തിട്ടും ഡ്രസ്സ് പുറത്ത് എക്സ്പോസ് ആയിട്ട് ഇത്രയുള്ള ഹാൻഡ്സൊക്കെ ആയിരുന്നു, അങ്ങോട്ട് കറുത്തിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഫുള്ളി വെളുത്തു എന്നല്ല, ടാൻ മാറി. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്രോഡക്ട്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആർക്ക് വേണം യൂസ് ചെയ്യാം, മെൻ ഫീമെയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ചില സമയത്ത് ടാൻഡാകുമ്പോൾ എൻ്റെ അച്ഛൻ വരെ വന്ന് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട് എന്നോട് ചോദിച്ചിട്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ബയോഡെർമേൻ്റെ പിഗ്മെൻറ്റോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണത്. ഇത് മോസ്റ്റ്ലി ഞാൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ടാൻ അടിച്ചിട്ട് ഞാൻ പണ്ട് സൺസ്ക്രീൻ ഇടാത്ത സമയത്ത് എനിക്ക് ഈ ഡാർക്ക് സർക്കിൾസ്, ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പിഗ്മെൻറ്റോ, ബിക്കോസ് ബയോഡെർമയിൽ കുറേ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പിഗ്മെൻറ്റോ സ്പെഷ്യലി എടുത്ത് വാങ്ങിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പോൾ അതിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്. ബയോഡെർമേൻ്റെ ആറ്റോഡെർമ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ. ബട്ട് പിഗ്മെൻറ്റോയും ഉണ്ട്, അതിൻ്റെതും ഉണ്ട് മോയ്സ്ചറൈസർ. ബട്ട് എനിക്ക് ഇതാണ് കുറച്ചും കൂടി തോന്നിയത്, ബിക്കോസ് എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാൻ നോർമലി എന്താ പറയുക, മോയ്സ്ചറൈസർ ഇട്ടാൽ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് പിമ്പിൾ വരും. ഞാൻ ഭയങ്കര എന്താ പറയുക, പിഗ്മെൻറ്റ് ആക്നെയൊക്കെ പെട്ടെന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഇത് മെയിൻലി ഫോർ സെൻസിറ്റീവ് സ്കിന്നാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അതായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഫേസ് വാഷ് ഉപയോഗിക്കും. ഇതൊരു ഫാർമസി ഫൈൻഡാണ്. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ഓയിലി ഫീൽ ആയിരിക്കും. അപ്പം നോർമലി ഈ ഫേസ് വാഷസ് ഒക്കെ ഉപയോഗിക്കുമ്പം ഇത് എന്നെ സ്കിന്നിനെ ഡ്രൈ ഔട്ട് ആക്കൂല, പെട്ടെന്ന് തന്നെ ആ ഓയിൽ ബാലൻസ് ചെയ്യും. പക്ഷെ ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നെസ്സും പെട്ടെന്ന് ഒരു എന്താ പറയുക, ആ ഓയിലി ഫീല് മൊത്തത്തിൽ പോകും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യണം. പിന്നെ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ് ഈ സെറ്റാഫിലിൻ്റെ ഈ ഒരു വലിയ ബോട്ടിൽ. ഇതൊരു ജെൻറ്റിൽ ക്ലെൻസറാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൺസ്ക്രീൻ പണ്ട് മാമ എർത്തിൻ്റെ ആയിരുന്നു. പിന്നെ അവർക്കൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഞാൻ പതുക്കെ അതിൽ നിന്ന് മാറി. ബിക്കോസ് ഞാൻ ആദ്യം ലപ്പോർഷ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഭയങ്കര ഓയിലി ആയതുകൊണ്ടും എക്സ്പെൻസീവ് ആയതുകൊണ്ടും അതിൽ നിന്ന് ഞാൻ ഷിഫ്റ്റായിട്ട് മാമ എർത്ത് ഇന്ത്യൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഈ ഡെർമാക്കോൻ്റെ ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഹൈലറോണിക് ആസിഡ് അതാണ് ഇതിലുള്ളത്. അങ്ങനെയൊന്നും എനിക്കറിയില്ല. ബട്ട് ജസ്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് അധികം ഓയിലി ഫീല് വരാത്തത് കൊണ്ട് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. സൺസ്ക്രീനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് മോയ്സ്ചറൈസർ ആൻഡ് ഫേസ് വാഷ് ഞാൻ 5 years കൊണ്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ബയോഡെർമ. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് സെറാവേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എല്ലാവരും ഈ മറ്റേ കൊറിയൻ ഒരു സ്നെയിൽ മ്യൂസിയം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊറിയൻ പ്രൊഡക്ട്സിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെർമാക്കോയിൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് സിറം ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു 26 വയസ്സാവുകയാണ്. അപ്പം ഞാൻ വയസ്സാവുന്നതുകൊണ്ട് എൻ്റെ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്യുമായിരുന്നു. അതും ഡെർമാക്കോയിൻ്റെ തന്നെയാണ്. കാണുന്നുണ്ടോ?
ഡെർമാക്കോൻ്റെ കൊളാജൻ സിറമാണ്. അത് കഴിഞ്ഞ് എന്താ പറയുക, മോയ്സ്ചറൈസർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അറ്റോഡെർമ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ചില സമയത്ത് ബോറടിക്കുന്ന സമയത്ത് ഇതേപോലെ ഫാർമസി ഫൈൻ, ഞാൻ അങ്ങനെ നോർമൽ ബ്രാൻഡ്സ് ഒന്നും വാങ്ങാറില്ല. ഫാർമസി ഫൈൻ്റെ ഈ അക്വ സോഫ്റ്റ് ഇത് നല്ലതാണ്. ഈ പിമ്പിൾസ് ഒന്നും വരാറില്ല എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ എമൊലീൻ, ഇത് ഒരു വലിയ ഫേമസ് ബ്രാൻഡ് ആണല്ലോ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ബോഡിയിൽ ഫീറ്റിലൊക്കെ ചില സമയത്ത് ഇടും. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി വാഷുകളാണ്. ഞാൻ ബോഡി വാഷിൽ വെരി സ്പെസിഫിക് ആണ്. ഇതാണ് എൻ്റെ ബോഡി വാഷ്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ആണിത്. ഇത് ഭയങ്കര സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ എന്താ പറയുക ബോഡി വാഷസ്. അത് കഴിഞ്ഞ് റീസെൻ്റ്ലി എനിക്ക് കുറച്ച് ഈ മോസ്കിറ്റോ ബൈറ്റ്സ് ഒക്കെ വന്നപ്പം കുറച്ച് ആക്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മാർക്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ബ്രാൻഡ്, ഈ ഷാർക്ക് ടാങ്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിട്ട് ഞാനൊരു ബ്രാൻഡ് ഓർഡർ ചെയ്തതാണ് ഇത്, അരാത്ത. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ. ബട്ട് എനിക്കൊരു ഡിഫറൻസ് പറയാറായിട്ടില്ല. അപ്പം ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ. പിന്നെ ഞാൻ ഇടയ്ക്ക് ലിപ് ബാം ഉപയോഗിക്കും. ലിപ് ബാം ആക്ച്വലി ഇത് ഡെർമാക്കോൻ്റെ തന്നെ ലിപ് ബാമാണ്. ബിക്കോസ് ലിപ്സ്റ്റിക് ഉപയോഗിച്ച് എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് ഈ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ഈ ലിപ് ബാമും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഈ സെബാമെഡിൻ്റെ. ഇതിൽ എന്താ പറയുക, ഇതൊരു ഷിയ ബട്ടറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മോയ്സ്ചറൈസിങ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് നോക്കാം. ഇതെല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ്. ബിക്കോസ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്ന പ്രൊഡക്ട്സൊക്കെ ഞാൻ മാറ്റി. അതിലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഡെർമാക്കോയിൻ്റെ തന്നെ വേറൊരു സിറമായിരുന്നു ഞാൻ ആദ്യം വെച്ച്, നയാസിനമൈഡ്. അതെനിക്ക് വർക്കായില്ല. അപ്പം അതൊക്കെ ഞാൻ മാറ്റി. പിന്നെ മോംസ്കോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സിറം, അത് വർക്കായില്ല. അപ്പം വർക്ക് ആവാത്തതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് ഇതാണ് ഇപ്പം എൻ്റെ റെഗുലർ. ബട്ട് ബയോഡെർമ ഈസ് മൈ ഫേവറേറ്റ്. ഓക്കെ ഗായ്സ്, താങ്ക് യു, ബൈ.